മച്ചാമാരെ ഒരു ദിവസം സൊമാറ്റോ ഓടിക്കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും നോക്കിയാലോ. ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 10 മണി വരെ ഓടും. അതിൽ എത്ര രൂപ എക്സ്പെൻസ് വരുന്നുണ്ട്, എത്ര രൂപ നമുക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം കൂട്ടെ കാണാം. ആദ്യത്തെ പരിപാടി എണ്ണ അടിക്കലാണല്ലോ. അപ്പം 300 രൂപയ്ക്ക് ഞാൻ എണ്ണ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റത്തെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. നല്ല ചിക്കൻ ബിരിയാണിൻ്റെ മണം വിശക്കണു. പണ്ട് കാര്യമില്ല, പോട്ടെ. പിന്നെ എനിക്ക് ഇവിടെ വർക്കിംഗ് ടൈമിൽ ആകെയുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നറിയോ? ഇവിടെ ഉള്ളവന്മാർക്ക് ട്രാഫിക് നിയമം എന്താണെന്ന് ഒന്നും അറിയത്തില്ല. മൈലമാരെ എവിടെന്നാ ക്രോസ് ഇടുക, എപ്പോഴാണ് വണ്ടി കൊണ്ട് മുട്ടുക, എപ്പോഴാണ് ബ്രേക്ക് ചവിട്ടുക, എപ്പോഴാണ് എടിച്ചാടുക എന്നൊന്നും പറയാനേ പറ്റത്തില്ല. നമ്മുടെ കണ്ണ് നാലാ ഭാഗത്തേക്കും ഓടിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ കൊല്ലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ നമ്മളെ കൊല്ലും. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ഗിഗ് കംപ്ലീറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട്. 12 മണി മുതൽ 10 മണി വരെ ഏണിങ്സ് ഇൻസെൻറ്റീവും കൂടെ 1700 രൂപ കിട്ടി. ഞായറാഴ്ച ആണെങ്കിൽ 1600 രൂപ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മൈലേജുള്ള അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 400 രൂപയ്ക്ക് എണ്ണ അടിച്ച് ഒരു 10 മണിക്കൂർ നമുക്ക് പണിയെടുക്കാന്നുണ്ടെങ്കിൽ ഒരു 1800 രൂപയോളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിലൊരു 400 രൂപ എണ്ണയ്ക്ക് പോയാലും നമുക്ക് ബാക്കി 1400 അടുത്ത് നമുക്ക് കിട്ടും. എന്താണ്, പൊളിയല്ലേ? പിന്നെ ഇതിലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിനക്കിഷ്ടമുള്ള സമയം വർക്ക് ചെയ്യാം. അത് നീ ചൂസ് ചെയ്യുന്നതാണ്, ആരുടെ കീഴിലും അല്ല. സോ നിനക്ക് ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്യാം, നിനക്ക് ഇഷ്ടമുള്ള സമയത്ത് നിർത്താം. ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഇൻസെൻറ്റീവിൻ്റെ ടൈമിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ആ ഇൻസെൻറ്റീവ് കിട്ടുന്ന രീതിയിൽ ഓടിക്കഴിഞ്ഞാൽ പൊളിയാണ്. പൊളിയെന്ന് പറഞ്ഞാൽ പൊളിയാണ്. പിന്നെ ഈ കിട്ടുന്ന 1400 അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് ഉള്ള ചിലവ് നാട്ടിൽ നമ്മൾ എന്ത് പണി എടുക്കുകയാണെങ്കിലും ഉള്ള ചിലവുകളൊക്കെ ഉണ്ട്. വാട്ടർ ബില്ല്, കറണ്ട് ബില്ല്, റൂം റെൻറ്റ്, അങ്ങനെ ഇങ്ങനെയാണ് അച്ചല എല്ലാ ചിലവുകളും, ഫുഡ് ഉൾപ്പെടെയുള്ള എല്ലാ ചിലവുകളും ഉണ്ട്. ഇതൊക്കെ ഇതിനകത്ത് ഇടുന്ന കാര്യമാണ്. പെട്രോളിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഇത്ര രൂപയോളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം. അപ്പോൾ നമ്മൾ എങ്ങനെ കണക്കൂട്ടി നോക്കിയാലും ലാഭമല്ലേ മക്കളെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും നന്ദി, വണക്കം ഗൈസ്, ടാറ്റ ബൈ.